ഹായ് ഫ്രണ്ട്സ്, കുക്ക് ഫോർ ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിന്നാലും മതിവരാത്ത വളരെ സ്വാദിഷ്ടമായൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത്രയും രുചികരമായ പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു തവ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ 5-10 അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ചെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിടാം. അതിനുശേഷം നമുക്ക് ബാക്കി വന്ന നെയ്യിൽ 3/4 കപ്പ് സേമിയമിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. സേമിയം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിൽ 2 കപ്പ് പാല് ചേർക്കാം. പാലും സേമിയവും നന്നായി മിക്സ് ചെയ്തെടുക്കണം. പാൽ തിളച്ചു വരുമ്പോൾ ഫ്ലെയിം ലോയിലേക്ക് മാറ്റി സേമിയം വേവിച്ചെടുക്കാം. സേമിയം വെന്തു വരുമ്പോഴത്തേക്കും പായസത്തിന് തിക്നെസ് കൂടിപ്പോവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുമൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബൗളെടുത്ത് അതിൽ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടതിൽ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കാം. ഇവിടെ ഞാനിപ്പോൾ പൈനാപ്പിൾ ഫ്ലേവറാണ് ചേർക്കുന്നത്. ഇനി ഇത് ഒട്ടും കട്ടയില്ലാതെ നന്നായി കലക്കിയെടുക്കാം. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിനനുസരിച്ച് പായസം നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ കസ്റ്റാർഡ് നന്നായി വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ കസ്റ്റാർഡ് സേമിയ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിസ്തയും ഒക്കെ ഇട്ട് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ പായസം നല്ല ചൂടോടെയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. ഞങ്ങൾക്ക് ഈ പായസം നന്നായി തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ ഈ കസ്റ്റാർഡ് സേമിയ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു.